ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പാചരണത്തിൻ്റെ വിശുദ്ധ ദിനങ്ങളിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു വൃക്ഷം അതിൻ്റെ ഇലകൾ കൊഴിച്ച് പുതിയ ഇലകൾ നാമ്പെടുത്ത് ഫലദായകമാകുന്നത് പോലെ ഈ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് പുതുജീവിതത്തിലേക്കുള്ള നടന്നെടുക്കലുകൾക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മണ്ണിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം രൂപത്തിൽ സ്വന്തം കയ്യാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് നാം. ശരീരമാകുന്ന ഈ മൺപാത്രങ്ങളെക്കുറിച്ച് സൃഷ്ടാവായ ദൈവത്തിന് തീർച്ചയായും ഒരു ഉദ്ദേശമുണ്ട്. ഈ ദിനങ്ങൾ ദൈവ ഇഷ്ടങ്ങളെ കണ്ടെത്തുന്നതിനും നിറവേറ്റുന്നതിനുമുള്ള അവസരങ്ങളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം. നമ്മെ നേടാൻ വേണ്ടി ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ മനുഷ്യരൂപത്തിൽ, അതായത് വേദഭാഗത്ത് പറയുന്നത് പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തു തന്നെ അയച്ചവന്റെ ഹിതം ഈ ലോകത്തിൽ നിറവേറ്റി. നമ്മെ നേടാൻ വേണ്ടി നമ്മെ പാപമരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ ലോകം വെച്ച് നീട്ടിയ എല്ലാ പീഡനങ്ങളും നിന്ദയും മുൾമുടിയും കുരിശും ഏറ്റെടുത്തു. ജഡീയ മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നു. എന്നാൽ അതിന്മേൽ ജയം വരിച്ചത് തന്നെ അയച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു ഭംഗവും വരാതെ അത്രേ എന്നത് നാം ശ്രദ്ധിക്കണം. നോമ്പുകാലം നമ്മിലേക്ക് ഒന്ന് നോക്കാം. പലപ്പോഴും ജഡീകമായ, ലൗകികമായ, തികച്ചും മാനുഷികമായ അല്പനേരത്തെ സന്തോഷത്തിനോ അംഗീകാരത്തിനോ വേണ്ടി നാം മറച്ചു വയ്ക്കുന്നത് സൃഷ്ടാവിന്റെ ഇഷ്ടങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും ആകാറില്ലേ? ക്രിസ്തുവിന്റെ വെറുമയാക്കലിലൂടെയാണ് നാം പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താനാകുമോ? ഈ നോമ്പുകാലം ദൈവഹിതം അന്വേഷിക്കുന്ന ദിനങ്ങളാക്കി മാറ്റാം. നിരന്തരമായ വേദഭാഗ വായനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നമുക്ക് അതിന് സാധ്യമാകട്ടെ. ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികമായ മോഹങ്ങൾ നമ്മളെ ആകർഷിക്കും. പിതാവിങ്കൽ നിന്നും അകന്നുപോയി ലോകപ്രകാരം ജീവിച്ച് മടങ്ങി വന്ന ഇളയ മകനെ നമുക്ക് ഏവർക്കും അറിയാം. എല്ലാ ഉണ്മയിലും നന്മയിലും നിന്നപ്പോൾ പിതാവിന്റെ സ്നേഹം, മഹത്വം, കരുതൽ അറിയാൻ അവന് കഴിഞ്ഞില്ല. എന്നാൽ അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ, പണം ഇല്ലാതെ ആയപ്പോൾ വളർത്തിയ, നടത്തിയ, കരുതിയ പിതാവിനെ അവൻ ഓർത്തു. പിതാവിങ്കലേക്ക് മടങ്ങി വരുന്നു. പിതാവ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമ്മളിൽ ഈ മടങ്ങി വരവ് ഉണ്ടോ? തിരിച്ചറിവുകൾ ഉണ്ടായാൽ പോലും തിരിച്ചു വരാൻ മടി കാണിക്കുന്നവരല്ലേ പലപ്പോഴും നമ്മൾ. 3 കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സൃഷ്ടാവിന് നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? അത് നിറവേറ്റാൻ നമുക്ക് കഴിയാറുണ്ടോ? അപ്പന്റെ അടുത്ത് നിന്നും അകന്നുപോയ മകനെ പോലെ പലപ്പോഴും നാം പിതാവിങ്കിൽ നിന്ന് അകന്നു പോകാറുണ്ട് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടോ? 3, തിരിച്ചറിഞ്ഞാൽ നമ്മൾ പിതാവിങ്കിലേക്ക് മടങ്ങി വരാനുള്ള മനസ്സും താല്പര്യവും കാണിക്കാറുണ്ടോ? 2006 മാരാമൺ കൺവെൻഷന്റെ യുവവേദിയിൽ ഫാദർ ബോബി ജോസ് കുട്ടിക്കാട് ഉയർത്തിയ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. കോപ്പ ഒഴിയുക, എംറ്റി യുവർ കപ്പ്. സ്വപ്നങ്ങളും മുൻവിധികളും വീക്ഷണങ്ങളും ധാരണകളും അറിവുകളും നിരാശകളും എല്ലാം നിറച്ചുറച്ച ഈ ചെറിയ കോപ്പയിലേക്ക്, ഈ ചെറിയ പാത്രത്തിലേക്ക് ഇനി എങ്ങനെ പകരാനാകും? പകരുന്നതെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോകും. തിരുസാന്നിധ്യത്തിൽ നിറയണമെങ്കിൽ നാം നമ്മെ തന്നെ ശൂന്യമാക്കേണ്ടതുണ്ട്. നോമ്പുകാലം ഉടച്ചുവാർക്കലിന്റെ ഉത്സവകാലമായും ഉഴുതുമറിച്ച് വിതയുന്ന പ്രസാദകാലമായും നമുക്ക് മാറ്റാം. ക്രിസ്തു തന്റെ മഹത്വം വിട്ട് നമ്മളിലേക്ക് വന്ന് ശൂന്യമാക്കപ്പെട്ടപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം സാധ്യമായത്. ഇളയ മകൻ ലോകപ്രകാരം നല്ലതിനെയും വിലയുള്ളതെന്നും വെച്ചതൊക്കെയും തന്റെ പിതാവിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തോളം വരില്ല എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് പിതാവിന്റെ സ്നേഹം പകരപ്പെട്ടത്. ശൂന്യമാക്കപ്പെടലിലൂടെ അല്ലാതെ നിറയപ്പെടാൻ നമുക്ക് സാധിക്കില്ല. ശൂന്യമാക്കപ്പെടാം. അതിലൂടെ ദൈവത്തിന്റെ സ്നേഹത്താൽ നാം നിറയപ്പെട്ടവരാകാം. തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ.